പാർട്ടിയുടെ പതാക ചുമലിൽ വഹിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അങ്ങനെ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കോഴിക്കോട് പാർട്ടി ഓഫീസിൽ നിന്ന് പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകി. ഞങ്ങൾ അന്ന് രാത്രി കോഴിക്കോട് പാർട്ടി ഓഫീസിലുണ്ടായിരുന്നു. പാർട്ടി ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മഹാനായ MJ സക്കറിയ സാഹിബ് കൊച്ചിയിലേക്ക് പോയതാണ്. പിറ്റേ ദിവസം ഞങ്ങൾ കേൾക്കുന്ന വാർത്ത MJ സക്കറിയ സേട്ടു സാഹിബ് ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളതാണ്. ദുഃഖാത്മകമായ അവസ്ഥ, മനസ്സ് തകർന്നു പോകുന്ന അന്തരീക്ഷം. ആ സമയത്താണ് മഹാനായ മഹബൂബ് മില്ലത്ത് പറഞ്ഞത്, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, നിങ്ങൾ പ്രതിസന്ധികളെ നേരിടാൻ നിങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ആദർശാത്മകമായ പ്രസ്ഥാനമാണ്, അതുകൊണ്ട് നിങ്ങൾ പതറിപ്പോകരുത്. ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ നിങ്ങൾ നേരിട്ടേക്കാം. ഈ സമയത്ത് കാലത്തിന്റെ ചരിത്രപരമായ നിയോഗം ഏറ്റെടുക്കാൻ ചുമതലപ്പെട്ട ആളുകളാണ്, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചഞ്ചലരാവരുത് എന്ന് മഹാനായ മഹബൂബ് മില്ലത്ത് പറയുകയുണ്ടായി. ആ സാന്ത്വനമായിരുന്നു ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പ്രവർത്തകന്മാരുടെ മുതൽക്കൂട്ട്. ആ സന്ദർഭത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ വലിയ വലിയ ആളുകളൊന്നുമല്ല, ചെറിയ ആളുകളും വലിയ ആളുകളൊക്കെ തെരുവുകൾ തോറും ഇന്ത്യൻ നാഷണൽ ലീഗിനെ കളിയാക്കുകയായിരുന്നു. ഒരു MLA പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തുപോവുകയാണ്. കോട്ടക്കൽ ആര്യവൈദ്യ ആശുപത്രിയിലെ ഈ ധർമാശുപത്രി ഉണ്ടല്ലോ, കോട്ടക്കൽ ആയുർവേദ നഴ്സിംഗ് ഹോമിനോടനുബന്ധിച്ചുള്ള ആ ധർമാശുപത്രിയിൽ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ദേശീയ സമിതി യോഗം ചേരുന്ന രൂപം ആ MLA അഭിനയിച്ച് കാണിക്കുകയായിരുന്നു. അയാൾ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം ആർട്ടിസ്റ്റാണ്, അദ്ദേഹം നാടക നടനും മിമിക്രി ആർട്ടിസ്റ്റും ഒക്കെയാണ്, കഥാപ്രസംഗം ട്രൂപ്പ് നടത്തിയ ആളുമാണ്. അയാൾ അഭിനയിച്ച് കാണിക്കുകയായിരുന്നു. ഓരോരുത്തർക്കുള്ള രോഗാവസ്ഥ, ബൈപ്പാസ് സർജറിക്ക് വിധേയരായ ആളുകൾ ഏങ്ങൽ വലിക്കുന്ന രൂപമൊക്കെ അദ്ദേഹം കാണിച്ചു കൊടുത്തപ്പോ ആളുകൾ കൈയടിച്ച് ആവേശപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് പല സ്ഥലങ്ങളിലും ബോർഡുകൾ വന്നു, ആവശ്യമുണ്ട് നാഷണൽ ലീഗിന് പ്രസിഡന്റിനെ. എന്നിട്ട് അതിന് ഉപാധിയായിട്ട് കാരിക്കേച്ചറുകൾ വെച്ചു. ഞങ്ങളിതൊക്കെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് കാരിക്കേച്ചറുകൾ വെച്ചു. INL നേതാക്കളെ ആവശ്യമുണ്ട്, ഉപാധികളായി വെച്ചത് ബൈപ്പാസ് 2 വട്ടം നടന്നാൽ അത് വലിയ യോഗ്യതയാണ് എന്ന് കുറിച്ചു വെക്കുകയുണ്ടായി. ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ട്, ദീനിന്റെ സംസ്കാരത്തെ അവഹേളിച്ചുകൊണ്ട്, ആളുകളുടെ രോഗാവസ്ഥയെ ചൂണ്ടിക്കാണിച്ച് അവഹേളിച്ചും ആളുകളെ അങ്ങനെ അപമാനിച്ചും നടക്കുകയായിരുന്നു. പക്ഷേ ഇതെല്ലാം പരീക്ഷണമാണ് എന്ന് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പ്രവർത്തകന്മാർ ഉൾക്കൊള്ളുകയുണ്ടായി. ആ പരീക്ഷണത്തിന്റെ പാരമ്യമായിരുന്നു മഹാനായ മഹബൂബ് മില്ലത്തിന്റെ വിയോഗം. മഹാനായ മഹബൂബ് മില്ലത്ത് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ സംസ്ഥാന സമ്മേളനം തീരുമാനിക്കപ്പെട്ട് സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളുടെ അവസാനത്തെ പണികളും കഴിഞ്ഞ് ബംഗാളിൽ നിന്നും UP-യിൽ നിന്നുമൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട അതിഥികൾ ഈ കോഴിക്കോട്ടേക്ക് യാത്രയായ ദിവസം പല സംസ്ഥാന കൗൺസിലർമാരും തെക്കൻ ജില്ലകളിലെ കൗൺസിലർമാർ കോഴിക്കോട്ടേക്ക് യാത്രയായ ദിവസം അന്ന് പുലർച്ചെയാണ് മഹാനായ മഹബൂബ് മില്ലത്തിന്റെ വിയോഗ വാർത്ത കേൾക്കുന്നത്. ആരാണെങ്കിലും നെഞ്ച് തകരുമായിരുന്നു. ഞങ്ങൾ പൊട്ടിക്കരയുകയുണ്ടായി. ഇവിടെ കൂടിയിരിക്കുന്ന INL-കാർക്ക് ഓർമ്മയില്ലേ, നമ്മൾ പൊട്ടിക്കരയുകയുണ്ടായി. പക്ഷേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് സേഠ് സാഹിബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, പ്രയാസങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം തളരുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ മഹാനായ മഹബൂബ് മില്ലത്തിന്റെ മയ്യത്ത് കുതുബ് ഷാഹി ഖബർസ്ഥാനിൽ കബറടക്കിക്കൊണ്ട് ആ മയ്യത്തിന് വിട പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് ഉരുകുന്ന നെഞ്ഞുമായി ഞങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നത് ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാനായിരുന്നു. ഈ കേരളത്തിന്റെ ഭൂമികയിൽ ഈ പാർട്ടിയെ പടുത്തുയർത്തി അങ്ങനെ പരീക്ഷണങ്ങൾ അതിജീവിച്ച ഈ പ്രസ്ഥാനത്തെ ആർക്കെങ്കിലും വിറ്റ് തുലക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ, ഈ പ്രസ്ഥാനത്തെ ഒതുക്കി കളയാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ സാധ്യമല്ല എന്ന് വളരെ ശക്തമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആദർശാത്മക പ്രസ്ഥാനങ്ങളെ ഒതുക്കി കളയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടും അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടൊന്നും ആദർശ പ്രസ്ഥാനങ്ങളെ പരാജയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇന്ത്യൻ നാഷണൽ ലീഗ് ഇപ്പോ നിങ്ങൾ കണ്ടില്ലേ, ബഹുമാന്യനായ സാധു റസാഖ് സാഹിബ് ഇന്ത്യൻ നാഷണൽ ലീഗിൽ എന്ത് കണ്ടിട്ടാ സാധു റസാഖ് സാഹിബ് വന്നത്? ഇന്ത്യൻ നാഷണൽ ലീഗിന് നേതാക്കന്മാരില്ലല്ലോ, 1-2 മാഷന്മാരും അതുപോലെ 1-2 ട്രാവൽസ് നടത്തുന്ന ആളുകളുമൊക്കെയാണ് INL-കാര്. അവർക്ക് രാഷ്ട്രീയം അറിയാത്തവന്മാരാണ്, അവര് മുമ്പ് രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവരുമാണ്. അതുകൊണ്ട് INL-ന്റെ കഥയൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചല്ലോ. ശരിയാ,
ഞങ്ങൾക്ക് പ്രമാണിമാരില്ല, പണച്ചാക്കുകളില്ല, മറ്റ് പിൻബലങ്ങളില്ല. പക്ഷേ ഒരു സംഗതി ഉണ്ട് കേട്ടോ, ചെറിയവന്മാരാണ്, നിസ്സാരന്മാരാണ്, ലളിതന്മാരാണ്, വിനയന്മാരാണ്. അതൊക്കെ ഞങ്ങൾ അലങ്കാരങ്ങളായി തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഒരാദർശമുണ്ട്, ഞങ്ങൾക്കൊക്കെ നിലപാടുകളുണ്ട്. അവസരോചിതം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നെഞ്ചോട് ചേർത്ത സംഘടനയെ വിറ്റ് തുലക്കുന്ന അധമ്മ മനസ്സ് ഞങ്ങൾക്കാർക്കുമില്ല. സാധു റസാഖ് സാഹിബ് ഇന്ത്യൻ നാഷണൽ ലീഗിലേക്ക് വന്നത് ഈ പാർട്ടിയുടെ ജോജല്യമാനമായ തിളക്കം കണ്ടുകൊണ്ടല്ല. അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത ഒരു മാസത്തിനുള്ളിൽ അതിശക്തരായ ഒരുപാട് ആളുകൾ ഇന്ത്യൻ നാഷണൽ ലീഗിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ പാർട്ടി വളരുകയാണ്. തിരൂരങ്ങാടിയിലെ ഈ സമ്മേളനം പാർട്ടിയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് നാഴികക്കല്ലാണ്. മാത്തോട്ടത്തെ യോഗം കഴിഞ്ഞാണ് ഞാൻ വന്നത്. ഇന്നലെ താനൂരിൽ ഒരു വമ്പിച്ച പഞ്ചായത്ത് സമ്മേളനമായിരുന്നു. പല ഭാഗങ്ങളിലും സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഇരിക്കൂറിൽ സമ്മേളനം നടക്കുകയാണ്. കോട്ടയത്ത് ഈരാറ്റുപേട്ടയിൽ 23-ാം തീയതി സമ്മേളനം നടക്കുകയാണ്. തെക്കൻ ജില്ലകളിലൊക്കെ സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് നേതൃമന്യന്മാരോട്, ഞങ്ങളെ വിട്ടുപോയ നേതൃനേതാക്കളോട് വിനയാന്വിതമായി പറയട്ടെ, നിങ്ങൾ ഈ പാർട്ടിയെ കൂടുതൽ ശക്തമായി എതിർക്കുക. എങ്കിൽ നിങ്ങളുടെ എതിർപ്പിന്റെ തീച്ചുളയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വളരുമെന്ന് പറഞ്ഞുകൊണ്ട് സമയം അവസാനിച്ചിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ എന്റെ പ്രിയങ്കരായ സഹപ്രവർത്തകന്മാർക്കും തിരൂരങ്ങാടിയിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടെ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. And therefore, we must not forget that Muslims still have solidarity. They can make the government and make the government. They can defeat the candidate, they can see that candidate. Therefore, they must understand the strength of Muslims and never try to ignore them in any other direction. They must have an understanding. ഇന്ത്യൻ നാഷണൽ ലീഗിന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയുണ്ടാകുന്ന സംഭവങ്ങളില്ല. ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്ന ദുരുപയോഗമായ ഒരു പ്രകടനമുണ്ട്. എല്ലാ പ്രകടനങ്ങളും അറിയുമോ? ഇതാ ഞങ്ങളും ഐഎംഎല്ലിൽ ലയിക്കാനും പോകുകയാണ്. ഐഎംഎല്ലിൽ മുസ്ലിം ലീഗിൽ ലയിക്കാനും പോകുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ജനസംഖ്യത്തെ സാക്ഷരതയോട് അമേരിക്കയുടെ പോലെയുള്ള ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി ലയിക്കുന്ന ഒരു പ്രശ്നം ഇന്ത്യൻ നാഷണൽ ലീഗിന് ഒരിക്കലും ഇല്ലാതാക്കുക. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ജനങ്ങൾ വലിച്ചെറിയിക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ജനങ്ങൾ പുറത്താറുകൊണ്ട് വലിച്ചെറിയിക്കുകയാണ്. ആ വലിച്ചെറിയപ്പെട്ട നേതൃത്വവുമായി ലയിക്കുന്ന പ്രശ്നം ഐഎംഎല്ലിൽ ഇല്ല എന്ന് അസംഖ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. सरकार से ऐलान करना जाना लीगल सैक्रिफाइस I know that they can stand just because stand for stand ऐलान करना is very you are subject land. You want to come to existence. You want to figure that in ഈ മണ്ണി വെളിപ്പെടുത്തുന്നതിനുള്ള യാഥാർത്ഥ്യമാണ്. ഇനി നാട്ടിലെ ആളുകൾ, ധനമാളുകളും സർവമാളുകളും ആളുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവാത്മാനം ചെയ്യുന്ന സമൂഹമാണ്. ആ ജനസംഖ്യത്തിന്റെ പൂർണ്ണോഭിനോദക്കാരാണ് ഇന്ന് ജീവിക്കുന്ന ജനാവലികൾ. ഇവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്, അന്തസ് ആഗ്രഹിക്കുന്നവരാണ്, അഭിമാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്, അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അന്തസ്സിനാളെ അഭിമാനത്തെ ഇട്ടുകൊണ്ട് ഒരിക്കലും പിടിച്ചിരിക്കാൻ ആവുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യൻ